Hi friends, it's me Simon YouTube channel, Simon Varghese Facebook, Simon Varghese Instagram welcomes you. Have a fantastic positive day. നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞ് എങ്കിലും ഞാൻ എക്സസൈസ് ഒന്നും മുടക്കിയില്ല. അന്തരീക്ഷം കണ്ട നല്ല കാർമേഘമുണ്ടല്ലേ. നാം മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം ഡിറ്റർമിനേഷനാണ്. ദാറ്റ് ആൾസോ ഹെൽപ്പ് us to succeed our life. എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് നടപ്പായതിന് കാര്യമില്ല, നടപ്പാക്കണം. ഞാനിപ്പോൾ വണ്ടി ഓടിച്ച് നടക്കാൻ വരാൻ വേണ്ടി ഒരു പള്ളിയുടെ കുരിശുകളുടെ മുമ്പിലാണ് വണ്ടി കൊണ്ടിടുന്നത്. അവിടെ കയറി പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത്. സിനിമ നടന്നു വരുന്ന രണ്ട് മൂന്ന് പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു മഴയാണ് ഞാൻ പറഞ്ഞു മഴയല്ല എന്തായാലും നമ്മൾ നടന്നിരിക്കുന്നത്. ഞാൻ വണ്ടി വിട്ടേക്ക് പോകുന്നു. അവരുടെ നടപ്പ് തുടരുകയും ചെയ്തു. ഡിസ്ട്രാക്ഷൻ അല്ല, പോസിറ്റീവ് തിങ്കിങ് നമ്മൾ സ്പ്രെഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, എനിഹോ ഇന്നലെ ലുലുമാളിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി. അവിടെ ഇന്ന് തൊട്ട് 9, 10, 15, 12 തീയതികളിൽ ഫ്ലാറ്റ് 50% ഓഫറാണ്. അപ്പം ഞാൻ നേരത്തെ കണ്ടുവച്ചിരുന്ന കുറച്ച് ഡ്രസ്സൊക്കെ ഇന്നലെ ഹാപ്പിനെസ് മെമ്പർമാർക്ക് ഇന്നലെ കിട്ടുമായിരുന്നു. ഞാനും ഭാര്യയും കൂടെ പോയി ചെറിയ ഷോപ്പിങ്ങൊക്കെ നടത്തി. ഞാൻ അവൾക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതിൻ്റെ രസം എന്ന് വെച്ചാൽ വില വലുതാണ്, പക്ഷെ നമ്മൾ 50 to 70% ഡിസ്കൗണ്ടിലാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. പ്ലാനിങ് അല്ലേ. ഇന്നോട്ട് നിങ്ങൾക്കൊക്കെ പോകാം. അവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ 50% ഡിസ്കൗണ്ട് കിട്ടുമെന്നാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കുറേ സാധനമൊക്കെ മേടിച്ചു, അത്യാവശ്യമുള്ളത്. ആഡംബരമൊന്നും മേടിച്ചില്ല, അത്യാവശ്യം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മളെപ്പോഴും പ്ലാനിങ് ഉള്ള ആളുകളായിരിക്കണം. ഞാൻ 3 മാസം മുമ്പ് ഒരു ഷൂസ് വാങ്ങിക്കാൻ അടച്ചു. അതിന് 7000 രൂപ വില. അപ്പം ഞാനിങ്ങനെ അതിൻ്റെ കുറഞ്ഞ മോഡൊക്കെ നോക്കി അയാൾ പറഞ്ഞു ജൂലൈ ആകുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് അല്ലേ, അപ്പം മേടിച്ചാൽ മതിയോ എന്നൊരു ചിന്ത എന്നിൽ നിന്ന് പുറപ്പെട്ടു. അറിയാതെ ഞാനാരാ മോൻ അല്ലേ, അത് സിനിമ ഞാനാരാ മോൻ, ഞാനത് വാങ്ങിച്ചില്ല. ഇന്നലെ ഞാൻ ചെന്നു, എല്ലാത്തിനും 50% ഡിസ്കൗണ്ട് ഇട്ടിരിക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഷൂസ് ഇടണമെങ്കിൽ ഇപ്പം മേടിക്കുക. എന്നാലും ചെന്നു ഞാൻ അന്ന് 6999 പറഞ്ഞതിന് 3500 ഇന്നലെ തരാമെന്ന് പറഞ്ഞു. ഇന്നലെ ഷോപ്പിംഗ് ഇച്ചിരി കൂടിയോണ്ട് മേടിച്ചില്ല, അടുത്ത ദിവസം പോയി മേടിക്കും. അപ്പം പ്രാക്ടിക്കലി നമുക്ക് അതൊക്കെ ചിന്തിക്കാവുന്നതാണ്. ഇതൊക്കെ പറഞ്ഞെന്താ, ലൈഫിൽ സ്വന്തം കുടുംബാംഗങ്ങളുമായി ഭാര്യയുമായൊക്കെ പോകുമ്പം കിട്ടുന്നൊരു അവാച്യമായ അനുഭൂതി, സന്തോഷമുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങൾക്കത് ആസ്വദിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും, ചിലരുണ്ട് ചില മിടുക്കന്മാർ, ഞാൻ പലപ്പോഴും അവരെല്ലാം ഒറ്റയ്ക്ക് പോയ ഷോപ്പ്. അവൻ്റെ ഭാര്യ ഏത് ഉടുപ്പിടണമെന്നില്ല, അവനത് എന്തൊരു അതിന് മിടുക്കെന്ന് വേണേൽ പറയാം, മണ്ടെന്നും പറയാം അല്ലേ. മറിച്ച് അവൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളായിട്ട് പോവുകയാണെങ്കിലോ, ആ ഭാര്യയ്ക്കറിയാം കുടുംബത്തിൻ്റെ സ്ഥിതി, അവൾ ബുദ്ധിമതിയാണ്, വിവേകമതിയാണ്. അപ്പോൾ അവൾ അതനുസരിച്ച് അവൾക്ക് ഇഷ്ടമുള്ളവരൊന്ന് ഇട്ട് നോക്കി അവൾ വാങ്ങിക്കും. അപ്പോൾ അവിടെ മുഖത്ത് തെളിയുന്നൊരു സന്തോഷം, അഭിമാനമുണ്ട്. എൻ്റെ ഭർത്താവ് ഒരു മിടുക്കനാണ്, അവൻ എന്നെ സ്നേഹിക്കുന്നു. അല്ല, നമുക്കിപ്പോൾ രാവിലെ എഴുതുന്നു ഐ ലവ് യു പറയാൻ പറ്റും. നമ്മുടെ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കും ഇങ്ങനെയൊക്കെയല്ലേ. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്കും ഓരോ ഡ്രസ്സ്, ഷൂസൊക്കെ വിലക്കുറവൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. അതിനുശേഷം അവിടെ തന്നെ ധാരാളം ഹൗസുകളുണ്ട്, ക്ലബ് ഹൗസ്, കോഫി ഹൗസ്. നിങ്ങൾ നോക്കണം, നിങ്ങളുടെ ഈ ലുലു ആപ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഓഫർ വരും. അവിടെ ഏത് കടയിൽ കയറിയാൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും. ഞാനതിവിടെ കാണിച്ചിട്ടാണ് കാപ്പിയൊക്കെ കുടിക്കും. ഒരു കാപ്പിയൊക്കെ കുടിച്ച് പോകുന്ന എത്ര സന്തോഷമാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വയസ്സ് 2 കുറയും. നിങ്ങൾ തന്നെ യൗവനക്കാരനാവും, നിങ്ങളുടെ ഭാര്യ യൗവന സുന്ദരിയാകും, നിങ്ങളുടെ കുഞ്ഞുങ്ങളോ മേന്മയും അറിവുമുള്ള മിടുക്കരാകും. അപ്പോൾ എവിടെ പോയാലും കുഞ്ഞുങ്ങളെയും ഭാര്യയും കൊണ്ടുപോകണം. അതാണ് ബുദ്ധിമാന്മാരുടെ ലക്ഷണം.
ഞാൻ എൻ്റെ ഭാര്യയില്ല ഒരു യാത്രയും പ്ലാൻ ചെയ്യാറില്ല. അവൾക്കറിയുകയും ചെയ്യാം ഞാനെങ്ങും പോകത്തുമില്ല. കാരണം എൻ്റെ ബുദ്ധി കേന്ദ്രം എൻ്റെ ഭാര്യയാണ്, എൻ്റെ കുടുംബമാണ് എന്നുള്ള വിചാരം എനിക്കുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് അനുകരിക്കാവുന്നതാണ്. എവിടെ ചെന്നാലും ഭാര്യയെ താഴ്ത്തി പറയുക, എവിടെ ചെന്നാലും ഭാര്യയെ കൊച്ചാക്കുക. എന്തൊരു മണ്ടനാണ്. ഒരു മണ്ടിയായ ഭർത്താവിൻ്റെ ഭാര്യയുടെ ഭർത്താവ് ആരായിരിക്കും? ഒരു മണ്ടനായിരിക്കും. ഞാൻ എൻ്റെ ഭാര്യയെ ഒരു രാജകുമാരിയെ പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ. എന്താ കാര്യം എന്നറിയോ? രഹസ്യമായിട്ട് പറയാം. ഞാനൊരു രാജകുമാരനായതുകൊണ്ടാണ്. എൻ്റെ രാജകുമാരിയെ ഭർത്താവ് രാജകുമാരൻ. അതുപോലെ തിരിച്ചും പരസ്പരം ഒരു റെസ്പെക്റ്റ് കീപ്പപ്പ് ചെയ്യണം. മത്സരിക്കണം പരസ്പരം പുകഴ്ത്താൻ വേണ്ടി, സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി. അപ്പോഴാണ് കുടുംബ സ്വർഗമായിട്ട് മാറുന്നത്. ഓക്കെ, എനിക്ക് ഞാൻ പറയാൻ വന്ന കാര്യത്തിൽ വ്യതിചരിച്ച് പോവുക. അല്പം കുടുംബത്തെപ്പറ്റി പറയുമ്പോൾ എനിക്ക് 9 നാക്കാം. കാരണം കുടുംബം സന്തോഷപ്രദമല്ലെങ്കിൽ ബാക്കി എന്തെല്ലാം പണമോ പ്രതാപമോ മേന്മേറിയ വണ്ടിയോ ഉണ്ടായിട്ടൊരു കാര്യമില്ല. മറിച്ച് വീട്ടിൽ വരുമ്പോൾ കഞ്ഞിയാണേലും കപ്പയാണേലും സന്തോഷത്തോടെ കഴിച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയെ കൊടുത്ത് വേറെ തുടങ്ങി എന്തൊരു സന്തോഷമല്ലേ? യെസ്, അതാണ് വേണ്ടത്. ഓക്കെ, ഞാൻ കഴിഞ്ഞ മാസം 2ാമത്തെ വെള്ളിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ മുമ്പുള്ള ഫ്രൈഡേ സെൻറ്റ് ആൻ്റണീസിൽ അച്ഛനൊരു ധ്യാനം നടത്തുന്നുണ്ട്. അതായത് വിമലഗിരി കത്തീഡ്രൽ അച്ഛാ. അപ്പോൾ എനിക്കൊന്ന് പോകണമെന്ന് ഞാനും ഭാര്യയും കൂടെ പോയി. ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, അതിൽ ചിലരൊക്കെ വന്നു. ഞങ്ങളെല്ലാം കൂടെ പോയി. രാത്രി 8 മണിക്ക് തുടങ്ങി വെളുപ്പിന് 5 മണിക്കാണ് തീരുക. കുർബാനയോടുകൂടി തീരും. അപ്പോൾ എത്രയോ നാളെ നമ്മൾ ജീവിക്കുന്നു. എന്നാന്ന് പരീക്ഷ നോക്കാമെന്ന് പറഞ്ഞ് ഞാനും ഭാര്യയും കൂടെ പോയി. പക്ഷേ അതൊരു വലിയ അനുഭവമായിരുന്നു ആ ഒരു രാത്രി മുഴുവൻ. അപ്പോൾ നമ്മളോർക്കും എന്നാൽ ഉറങ്ങാമെന്ന് ഓർക്കും. അവിടെ ആയിരക്കണക്കിന് ആളുകളിരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പം പാട്ട് പാടുകയും ചെയ്യും. നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? നമ്മളും അതിൽ കൂടി. പക്ഷേ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. ഞാനൊരു പാപിയും സാധാരണക്കാരനായ മനുഷ്യനാണ്. പക്ഷേ എൻ്റെ പാപത്തിൻ്റെ അളവ് കുറഞ്ഞു. സാധാരണക്കാരിൽ നിന്നൊരു അസാധാരണക്കാരിലേക്ക് മാറി. ഒത്തിരി മാറ്റങ്ങൾ. ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങുമ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ കാര്യം, ഞാൻ വായിക്കുന്ന വചനങ്ങളും വാക്യങ്ങളും ഗ്രഹിക്കുവാനും അതിൻ്റെ സാരാംശം വെളിപ്പെടുത്താനും കൃപയുണ്ടാകണമേ എന്നാണ്. ജീസസ് നേരിട്ട് വന്ന് തൻ്റെ 3 വർഷക്കാല പ്രവർത്തനത്തിൽ പലതും മറച്ചു വെച്ചു. ഡിസൈപ്പിളിനോടും വിവരം അറിയേണ്ടവരോടും മാത്രമാണ് വെളിപ്പെടുത്തി കൊടുത്തത്. അതുപോലെ തന്നെ ഇന്നും ബൈബിൾ ആർക്ക് വേണമെങ്കിലും ബൈബിൾ വായിക്കാം. പക്ഷേ അതൊരു കഥ പോലെ വായിക്കത്തേ ഉള്ളൂ. അവർക്കത് ഗ്രഹിക്കാൻ കഴിയില്ല. പക്ഷേ പരിശുദ്ധാത്മാ അഭിഷേകം കിട്ടിയാൽ അത് കൂടുതൽ എളുപ്പമാണ്. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നാളെ സെക്കൻഡ് ഫ്രൈഡേ ആണ്. നിങ്ങൾക്ക് വിമലഗിരി കത്തീഡ്രലിൽ പോയാൽ അവിടെ സെക്യൂരിറ്റി ഉണ്ട്, കാറൊക്കെ പാർക്ക് ചെയ്ത്. നിങ്ങളായിരിക്കും നിങ്ങൾ വന്നതല്ല, ധാരാളം ആളുകൾ വരും. ഒരു 10,000 പേർക്ക് ഇരിക്കാവുന്ന വലിയ പള്ളിയല്ലേ വിമലഗിരി കത്തീഡ്രൽ. ഒരു സായിപ്പ് പണിത പള്ളിയാണ്. അപ്പം അവിടെ നിങ്ങൾക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ ഇരിക്കാം, പ്രാർത്ഥിക്കാം. രാത്രി 12 മണിക്ക് ഒരു കട്ടൻ കാപ്പിയും ഒരു ബണ്ണും തരും. എൻ്റെ മോനെ എന്തൊരു ടേസ്റ്റാണ്. ഞാൻ നിങ്ങൾക്കറിയാം 34 ഇയേഴ്സായിട്ട് ഞാനൊരു നല്ല ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എക്സസൈസൊക്കെ ചെയ്താൽ അതെല്ലാം അങ്ങ് മാറി. ഈവൻ ദോ ഞാൻ ഷുഗർ കഴിക്കാറില്ല, മധുരമായിട്ട് കഴിക്കാം. എനിക്ക് കംപ്ലീറ്റ് റിട്ടേൺ ചെയ്തിട്ട് ടാബ്ലറ്റ് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ എൻ്റെ പ്രഷർ രോഗം 20 വർഷമായത് മരുന്നെല്ലാം നിർത്തി. പ്രഷറില്ലാന്ന് ഡോക്ടർ മരുന്ന് കഴിക്കുന്നില്ല. ഇപ്പോൾ ഡയബറ്റിക് ആണെങ്കിലും കുറഞ്ഞു വരിക. എനിക്കതൊന്ന് നിർത്തി റിവേഴ്സ് ആയി. നിങ്ങളുടെയൊക്കെ മുമ്പിലൊന്ന് ചങ്കും വിരിച്ച് നടക്കണം. എൻ്റെ ആഗ്രഹം പോലെ 110 വയസ്സ് വരെ ഏതൊരു ജപ്പാൻകാരനെ പോലെ ജീവിക്കണം. മദ്യപിക്കാത്ത, പുകവലിക്കാത്ത ആളുകൾക്ക് അത് സാധിക്കും. ഇത്രയും സുന്ദരമായ കേരളത്തിൽ സാധിക്കും. ജപ്പാന് എന്തെല്ലാം പ്രശ്നം, അട്രോസിറ്റീസ് എന്തെല്ലാം ഉണ്ട് അവിടെ. ഭൂമികുലുക്കമുണ്ട്, അഗ്നിപർവ്വതമുണ്ട്, ദ്വീപാണ്, എന്തെല്ലാം. പക്ഷെ അതിലൊക്കെയാണ് അവർ അതിജീവിക്കുക. അപ്പം നമുക്ക് ഈസിയാണ്. 110 വയസ്സ് വരെ പോകണമെന്ന് എൻ്റെ ആഗ്രഹം. അപ്പം നമുക്ക് ശ്രമിക്കാം അതിലേക്ക്. അപ്പം പ്രാർത്ഥന ഒരു അവിഭാജ്യ ഘടകമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേ
ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവമേ എനിക്കൊരു ബെൻസ് കാറ് തരണേ, അങ്ങനെയാണെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് പോകും. എൻ്റെ മക്കളൊക്കെ ഒരുമാതിരി നല്ല പൊസിഷനിലൊക്കെ ആയിരിക്കുക. പക്ഷേ ആ പൊസിഷനിലാകാൻ ആർക്കെങ്കിലും പറ്റും, അത് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് സപ്പോർട്ട് വേണം, ശക്തി വേണം, പരിശുദ്ധാത്മ അഭിഷേകം. അതിനുവേണ്ടി ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാറ്. മകനാണേലും മകളാണേലും അവരുടെ ചെറിയ പ്രായത്തിൽ കവിഞ്ഞ പദവികൾ അവർ അലങ്കരിക്കുമ്പോൾ ദൈവസ്നേഹവും പരിശുദ്ധാത്മ അഭിഷേകം അവർക്ക് വേണമെന്നൊരു തോന്നല എനിക്ക്. ഞാനങ്ങനെ പ്രാർത്ഥിക്കും. എൻ്റെ അയൽക്കത്തുള്ളവർക്ക് വേണ്ടിയും ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു 8 മണി തൊട്ട് വെളുപ്പിനെ 6 മണി വരെ ഇഷ്ടംപോലെ സമയമുണ്ട്. 5 വിധത്തിൽ അവിടെ ആരാധനയുണ്ട്. ആരാധന ഞാൻ വാസം പറയാൻ അങ്ങ് മറന്നുപോയി. അത്ര സൂപ്പറായിരുന്നു. അപ്പോൾ നാളെ കഴിഞ്ഞാണ് വെള്ളിയാഴ്ച. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ജാതിയും മതവും എന്നുള്ള പ്രശ്നമല്ല. നായർക്കും നമ്പൂതിരിക്കും മുസൽമാനും യാക്കോബക്കാരനും പെന്തക്കോസ്തുകാരനും എല്ലാം അവിടെ വരുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതമാണ്. അത് അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും സ്വാഗതമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ച് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, അതിനുവേണ്ടി മാത്രമായിട്ട് പ്രാർത്ഥിക്കാൻ പോകണ്ട. ഒരു വെളിച്ചം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വെളിച്ചത്തിൻ്റെ പുറകെ എല്ലാ ഇരുട്ടും നീങ്ങിപ്പോവും, അല്ലേ? ഓക്കെ. അപ്പം ഞാൻ പോസിറ്റീവായ കാര്യങ്ങൾ പറയാനൊക്കെ ആഗ്രഹിച്ചാൽ തുടങ്ങിയത്. പക്ഷേ ഞാൻ ഇന്നലെ ലുലുമാളി പോയപ്പോഴാണ് കുടുംബത്തിൻ്റെ ആ അതിലേക്കൊക്കെ വന്നത്. ഓക്കെ. എനിഹൗ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു സിനിമ നിർമ്മിക്കുന്ന സംവിധായകനെ പോലെ പ്ലാൻ ചെയ്യണം, മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു 3 മാസം മുമ്പ് ഒരു ഷൂസ് വാങ്ങിക്കാൻ പോയി. എനിക്ക് ആ സെയിൽസ്മാൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരു ബഹിർഗമനം. 2 മാസം കഴിഞ്ഞാൽ 50% അല്ലേ എന്ന് അവൻ സ്വയം പറഞ്ഞതാണ്. പക്ഷെ ഞാനത് ടാക്കിൾ ചെയ്തു. ഞാനത് വാങ്ങിച്ചില്ല. 2 മാസം കഴിഞ്ഞ് ഇന്നലെ പോയി അത് വാങ്ങിച്ചു. എന്നുവെച്ചാൽ പ്ലാനിങ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്ലാനിങ് വേണം, നമ്മുടെ ജീവിതത്തിൽ കരുതൽ വേണം, സ്നേഹം വേണം, അയൽക്കാരനെ കൂടുതൽ സ്നേഹിക്കണം, കൽപ്പനകൾ പാലിക്കണം. അപ്പം ഞാനിപ്പോഴും ഓർക്കാറുണ്ടേ, നമ്മുടെ ബൈബിളിലൊരു കഥാപാത്രമാണ് ലാസർ. ഒരു പുണ്യപ്രവൃത്തി ചെയ്തായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹം ഒരു ധനവാൻ്റെ വനത്തിൻ്റെ മുമ്പിൽ ഒരു കുടിലിൽ താമസിച്ച രോഗിയായൊരു മനുഷ്യനാണ്. അതിൻ്റെ പുറകെ ധനമൊക്കെ ഉണ്ട്. അയാൾ അതിൻ്റെ ധനമൊക്കെ ഉപയോഗിച്ച് അടിച്ച് തകർത്ത് പോത്തിനെയൊക്കെ കൊന്ന് ഇറച്ചിയൊക്കെ വരട്ടി തിന്ന് അയാൾ ജീവിച്ചു. അതിനകത്ത് ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് നമ്മൾ വായിക്കുന്നില്ല. പക്ഷേ ധനവാനും മരിച്ചു, ലാസറും മരിച്ചു. ലാസർ അബ്രഹാത്തിൻ്റെ മടിയിൽ ചെന്നു, ധനവാൻ നഗരത്തിൽ പോയി. അപ്പോൾ നമുക്ക് പിന്നെയും സംശയം എന്താ, ധനവാൻ ഒരിക്കലും പക്ഷേ ഒരു കാര്യമുണ്ട്, നമുക്ക് സമ്പത്ത് പലതരത്തിൽ ദൈവം തന്നിട്ടുണ്ട്. പണമായിരിക്കാം, കഴിവായിരിക്കാം, നൈപുണ്യമായിരിക്കാം, ഒരു നല്ല ഡോക്ടറായിരിക്കാം, എൻജിനീയറായിരിക്കാം, ഓട്ടോറിക്ഷ ഉടമയായിരിക്കാം. രോഗിയായ ഒരു അമ്മച്ചി വീട്ടിൽ കിടക്കുക, ആശുപത്രിയുണ്ട്. കാശില്ല ഞാൻ വരികയാണെന്ന് പറയുന്നതാണോ, അമ്മച്ചിയെ വാരിയെടുത്ത് ആശുപത്രി കൊണ്ടുപോകുന്നതാണോ പുണ്യം? അവന് സ്വർഗത്തിൽ പോകാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിമറിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സമ്പാദിച്ച് വെച്ചിരിക്കുന്നത് എനിക്ക് മാത്രം, എന്താ അപ്പനും അമ്മയ്ക്കും പോലും കൊടുക്കത്തില്ല. ഇവനെവിടെ ചെല്ലും പറ? മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യാത്തവൻ എവിടെ ചെല്ലും? അതുപോലെ അയൽക്കാർ രോഗിയായിരിക്കും. ചിലരെ എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ടുണ്ടാകും, പണ്ടൊക്കെ എപ്പോഴും എൻ്റെ അടുത്ത് കടം മേടിക്കാൻ വരും. വരുമ്പോഴല്ലേ ഞാൻ ഈ തുക കൂട്ടി പറയും. അത് അറൗണ്ട് 40,000 മുകളിൽ പോയി, 40,000 മുകളിൽ പോയി. ഞാൻ ചിട്ടിക്കൊക്കെ ജാമ്യം തിന്നു. അതിൻ്റെ പണമൊന്നും എൻ്റെ ശമ്പളത്തെ പിടിച്ചൊക്കെ പോയാൽ. പക്ഷേ ഈ കക്ഷി പിന്നെയും വരും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഇങ്ങനെ ചോദിക്കാൻ ഞാൻ വേറെ ആരോട് ചോദിക്കാനാണ്? ഞാൻ കൊടുക്കുകയും ചെയ്യും. നമ്മൾ കണക്ക് വെച്ചിട്ടില്ല. കാരണം നമ്മുടെ സഞ്ചിയിൽ ധാരാളമുണ്ട്, ദൈവം തരുന്നുണ്ട്, ഞാൻ കൊടുക്കും. അല്ലാതെ അവൻ പല പ്രാവശ്യം വന്നു പണം കടഞ്ഞ് കൊടുത്തിട്ട് തിരിച്ച് ചോദിക്കരുത്. അതങ്ങ് വിട്ട് പിന്നെ വരുമ്പോഴും അത്യാവശ്യം കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകണം. അത് സത്യമാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല, വീണ്ടും കൊടുക്കണം. നമുക്കതിനൊരു കുറവും വരുത്തില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. ഒരു പ്രൈസ് കോഡ് പറയുന്നൊരു കാര്യം പറയാം. എന്നെ കേൾക്കുന്ന നിങ്ങളൊരു വലിയ ഉദ്യോഗസ്ഥനായിരിക്കാം, അല്ല നിങ്ങൾ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ ഇറ്റലിയിലോ ജർമ്മനിയിലോ
ന്യൂസിലാൻഡിലോ വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം. ഇന്ത്യ വന്ന് കേരളത്തിൽ വന്നൊരു പാവപ്പെട്ടതിന് കൊടുക്കണം നിങ്ങൾ ആഗ്രഹിക്കേണ്ട. അമേരിക്കയിലെ ഹായ്, ഗുഡ് മോർണിംഗ്. അവരെന്നെ ഫോളോ ചെയ്തു. എനിക്കാണ് വീട്ടിൽ 2 പേരുണ്ട്. അപ്പം അവിടെ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഞങ്ങൾ കാർ അടിച്ചു, അമേരിക്ക കാർ അടിച്ചു, ഹോംലെസ്സുകാർക്ക് ഞാൻ മോനോട് പറയുമ്പോൾ പപ്പ ഞാൻ ഓൾറെഡി ഒത്തിരി ചെയ്യാൻ പറയടാ, എന്തെങ്കിലും കൊടുക്കടാ എന്ന് പറയാറുണ്ട്. കാരണം ഇന്ത്യ വന്നിട്ടല്ല അത് ചെയ്യേണ്ട, അവിടെ തന്നെ ചെയ്യാം. എനിക്ക് ധാരാളം എൻ്റെ ശ്രോതാക്കൾ വിദേശത്തുള്ളവരാണ്, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എവിടെയായിരുന്നു അവിടെ ചെയ്യാം. ഓക്കെ, നിങ്ങളവിടെ ഒരു പാവപ്പെട്ടവന് $50 കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ അപ്പൻ 2.5 ലക്ഷം രൂപയുടെ ഓപ്പറേഷനിൽ നിന്നായിരിക്കാം, ആൻജിയോപ്ലാസ്റ്റിയിൽ നിന്നായിരിക്കാം ദൈവം രക്ഷപ്പെടുത്തി വിടുന്നത്. ഓർത്തോണം. അപ്പം അങ്ങനെ വേണം ജീവിക്കാൻ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവിടെ. എനിക്ക് എൻ്റെ പല സുഹൃത്തുക്കളും എൻ്റെ ചാനൽ കാണുന്നവരാണ്. അവരൊക്കെ വലിയ വലിയ പദവിയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മുമ്പിൽ വരുന്ന ആളെ ഞാൻ എൻ്റെ അപ്പനെ അമ്മയായിട്ടാണ് കണ്ടുകൊണ്ട്. അപ്പം പലരും പറയും സാറ് ഭയങ്കര കൈക്കൂലിക്കാരാണ്. ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന പ്രായ ആളെ കണ്ട് എൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയായിട്ടാണ് കണ്ട്. അവർ കാര്യങ്ങൾ വേഗം ഇവരുടെയൊക്കെ വിചാരം കൈക്കൂലി കിട്ടിയാലേ ഉള്ളൂ കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യുള്ളെന്ന്. അതൊന്നും വേണ്ട. നിൻ്റെ അപ്പനും അമ്മയും ഈ വരുന്ന മുഷിഞ്ഞ വ്യക്തിയിൽ കണ്ടാൽ, ഞാൻ എൻ്റെ അപ്പനെ അങ്ങനെ തിരുവനന്തപുരത്ത് പോയി പല കാര്യം സാധിച്ചു എനിക്കറിയാം. പുള്ളിയുടെ തന്നെ കാര്യം. പുള്ളി അലഞ്ഞൊക്കെ അന്ന് നമ്മൾ കുഞ്ഞുങ്ങളാണ്, പെൻഷൻ PF മേടിക്കാനൊക്കെ പോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെ കരുതിയാൽ മതി. ഒരു കൈക്കൂലിയും വേണ്ട, ഒരു കള്ളും വേണ്ട, ഒരു കപ്പയും വേണ്ട. നമ്മൾ ഊർജ്ജസ്വലനായ മിടുക്കനായ ഒരു മനുഷ്യനായി മാറും. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.